എറണാകുളത്ത് പ്രചാരണം ഊർജിതമാക്കി ഇടത് വലത് മുന്നണികൾ. ഇന്നും നാളെയുമായി LDF സ്ഥാനാർത്ഥികളുടെ ആദ്യ റൗണ്ട് മണ്ഡല പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, എറണാകുളം ജില്ലയിലെ പ്രചാരണമൊക്കെ ഊർജിതമായി നടക്കുകയാണല്ലേ? വലിയ ആവേശത്തിലാണ് എല്ലാ മുന്നണികളും എല്ലാ സ്ഥാനാർത്ഥികളും. അവധിക പര്യടനം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു, പ്രത്യേകിച്ച് LDFൻ്റെ. കാരണം പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ അടുത്ത ഘട്ട പര്യടനത്തിലേക്ക്, വേഗത്തിലുള്ള പര്യടനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞ് വോട്ടർമാരെ നേരിട്ട് കാണാനുള്ളൊരു ശ്രമവും അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം ഘട്ട പര്യടനം കഴിഞ്ഞ് LDFൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളെല്ലാം പൂർത്തിയാക്കി. ഇന്നലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക്, കുറച്ചുകൂടി ആവേശകരമായ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇനി മറ്റ് റോഡ് ഷോയും മറ്റ് പ്രചാരണങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി നാളെ എറണാകുളത്ത് എത്തുന്നുണ്ട്. നാളെ മുഖ്യമന്ത്രിയുടെ പരിപാടി 4 സ്ഥലങ്ങളിലുണ്ട്. രാവിലെ വാർത്താ സമ്മേളനമുണ്ട്. അതിനുശേഷം കോതമംഗലം ഉൾപ്പെടെ 4 സ്ഥലങ്ങളിലേക്ക് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ വരും ദിവസങ്ങളിൽ മറ്റ് നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ എറണാകുളത്തെ ലുലു മാളിലാണ്. ഇവിടെ ഒരു പരിപാടി ഇപ്പോൾ അല്പം മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു മൊബൈൽ ആപ്പിൻ്റെ ലോഞ്ച് ഇവിടെ നടന്നിട്ടുണ്ട്. ആ മൊബൈൽ ആപ്പ് മന്ത്രി പി രാജീവിൻ്റെയാണ്. മന്ത്രിയുടെ മണ്ഡലം, പി രാജീവിൻ്റെ മണ്ഡലമായ കളമശ്ശേരിയിലെ ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു മൊബൈൽ ആപ്പാണ്. അതിൻ്റെ ലോഞ്ച് ഇവിടെ നടന്നു. അതിൻ്റെ ആ വേദിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ നിമിഷം കഴിഞ്ഞ് മിനിസ്റ്റർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ അദ്ദേഹം പ്രചാരണ പ്രവർത്തനത്തിൽ സജീവമാണ്. മിനിസ്റ്റർ കടന്നു പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കൽ കൂടി നമ്മളൊന്ന് മിനിസ്റ്ററെ കിട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടുന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിലേക്ക് എത്താം. എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് കൂടി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഒരുപാട് പേര് മിനിസ്റ്ററെ കാണാനായിട്ട് ഇവിടെ ഒപ്പം ഉണ്ട്. ഈ കുറേ ചെറുപ്പക്കാരുണ്ട്. മിനിസ്റ്റർ, പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടം വേറൊരു ഘട്ടത്തിലേക്കാണ് ഇന്നിപ്പോൾ ഒരു മൊബൈൽ ആപ്പിൻ്റെ ലോഞ്ച്. ഒരുപാട് ചെറുപ്പക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരും ഇപ്പോൾ ഇവിടെ കാണാനൊക്കെ നമുക്ക് സാധിച്ചു. എങ്ങനെയാണ് ഈ ആപ്പിൻ്റെ ഒരു പ്രവർത്തനം? അല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു AR/VR പോളിസി നമ്മളാണ് ഇവിടെ അംഗീകരിച്ചത്. ക്രിയേറ്റീവ് എക്കണോമി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നയം ആദ്യമായി രൂപീകരിക്കുകയും അതിനാവശ്യമായിട്ടുള്ളൊരു ഇക്കോസിസ്റ്റം കേരളത്തിൽ വരികയും ചെയ്തു. അതിന് നല്ലൊരു പങ്ക് ഇപ്പോൾ നമുക്ക് കളമശ്ശേരിയിൽ തന്നെ ലഭ്യമാണ്. അത്തരത്തിലുള്ള ആശയങ്ങൾക്ക് വികസിപ്പിക്കാൻ പറ്റുന്ന ഇന്നോവേഷൻ സെല്ലുണ്ട്, സ്റ്റോറി ടെല്ലിംഗ് കമ്പനി ഉൾപ്പെടെയുള്ളവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മൊബൈൽ ആപ്പ് ആകാമെന്നൊരു ചിന്ത വന്നത്. അത് നമ്മുടെ ചെറുപ്പക്കാർ വളരെ വേഗത്തിൽ തന്നെ അങ്ങനെ ഒരു മൊബൈൽ ഗെയിം വികസിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ജനസിയെ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിലേക്കും പൊളിറ്റിക്കലായിട്ടുള്ള ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്കും അവരെ കൊണ്ടുവരുന്നതിന് കൂടി ഇത് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രതികരണമാണ് ഇപ്പോൾ ഈ മൊബൈൽ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയ രംഗത്ത് ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു മൊബൈൽ ആപ്പ്? ഇങ്ങനെ മൊബൈൽ ആപ്പ് ആദ്യമായിട്ടാണ്. നമ്മൾ പലതും ഞങ്ങൾ ആദ്യം SFIയിലൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംഘടന ഒരു വെബ്സൈറ്റ് രൂപീകരിക്കുന്നത്. അന്ന് ഇപ്പോൾ BJP പോലുള്ള പാർട്ടികളൊക്കെ ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ വളരെ മുൻപിലാണെങ്കിലും അന്ന് ആരും തന്നെ അത്തരം സംവിധാനം ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ കേരളത്തിലാണ് നമ്മൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുപോകുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തും ഇപ്പോൾ ഇത്തരത്തിലൊരു മൊബൈൽ ആപ്പ് പുതിയ തലമുറയെ ജൻസി വളരെ സ്വാധീനമുള്ള വിഭാഗമാണ്. അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. താങ്ക് യു മിനിസ്റ്റർ. അതായത് പുതിയ സാങ്കേതികവിദ്യ എത്രത്തോളം നമുക്കതിന് സാധിക്കുമോ എന്നുള്ളത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഒരു സാങ്കേതിക വിദഗ്ധരുടെ ഒരു സംഘം, ഡെൻസിൽ ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണിത് വികസിപ്പിച്ചെടുത്തത്. എത്ര പേര് ഉൾപ്പെടുന്ന ഒരു സംഘമാണ്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇതിൽ ആക്റ്റീവായിട്ട് 3 ഡെവലപ്പേഴ്സും ഒരു 6 ഡിസൈനേഴ്സും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് എടുത്തിരുന്നു. ഏതാണ്ട് ഒരു 1.5 മാസത്തോളം രാത്രിയും പകലും ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ്. സാധാരണ ഒരു ഗെയിം ചെയ്യുമ്പോൾ 4-5 മാസമൊക്കെ എടുക്കും. പക്ഷേ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ റിലീസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു രാത്രിയും പകലും ഇരുന്ന് ചെയ്ത ആണ് വർക്ക്. ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ജെൻസിയുടെ ഒരു ഭാഷ എന്ന് പറയുന്നത് ഗെയിമിൻ്റേത് കൂടിയായി മാറിയിട്ടുണ്ട്. അപ്പം ഈ ഗെയിമുകൾ ആളുകൾ ധാരാളമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് ആ മീഡിയം തന്നെ ആ തലമുറയോട്, ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ തലമുറയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചാലോ എന്ന ആലോചനയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഗെയിം രൂപപ്പെടുത്തിയെടുത്തത്.
അവധിക അത് തന്നെയാണ്. അതായത് യുവതലമുറ അവർ ഏറ്റവും കൂടുതൽ പിന്നെ ഉപയോഗപ്പെടുത്തുന്നത് ടെക്നോളജിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഈ ടെക്നോളജി, ഗെയിം, അതിലൊക്കെ വളരെ കണക്റ്റഡ് ആണ് ഈ യൂത്ത്. അതുകൊണ്ട് തന്നെ ആ ജെൻസി തലമുറയെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിൽ പ്രചാരണം കൂടി അതിനൊരു അതോടൊപ്പം പ്രചാരണം മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം കളമശ്ശേരി മണ്ഡലത്തിലെ വികസനം. ആ വികസനം ഒരു ഗെയിമിലൂടെ, മൊബൈൽ ആപ്പ് വിത്ത് ഗെയിമിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, യുവതലമുറയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ആപ്പിന് പിന്നിലുള്ളത്.